Okay, Amalu. Fatima, okay. Good afternoon. Okay, Nisha, good afternoon. Okay, let us start. Let us start. Okay, Shinja. Okay, Nisha. Okay, Jasila. Okay. Okay. Very good. അപ്പോൾ നമ്മൾ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസുകൾ എത്തി നിൽക്കുകയാണ്. സിമ്പിൾ പ്രസന്റ് മുതൽ പ്രസന്റ് കണ്ടിന്യൂസ് വരെ ഞാൻ ഓടിച്ച് പറയുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. അങ്ങനെ 4 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഞാൻ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ഞാൻ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ഞാൻ എടുക്കും, സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ നമ്മൾ ഐ ഹാവ് വെച്ചിട്ട് ഒരു 10 വാചകം നമ്മൾ പറയും. ഐ ഹാവ് എ കാർ. അപ്പൊ എനിക്കുണ്ട് എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട്, ആ ഒരു ആശയം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്, ഐ ഹാവ് 2 children, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, ഐ ഹാവ് എ ഗാർഡൻ. അങ്ങനെ നിങ്ങൾക്കുള്ള 10 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഹാവ് എന്ന് പറയുന്നതിന് ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി. ഹാവ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഹാവിന് ഇനിയും ഉപയോഗങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ടെൻസ് വരുന്നത് ഞാൻ പറയാം. അപ്പോൾ പ്രധാനമായിട്ട് ഹാവ് ഉപയോഗിക്കേണ്ട ഒരു സംഗതി ഉണ്ട് എന്ന അർത്ഥം പറയാൻ വേണ്ടി ഐ ഹാവ് എന്ന് പറയാൻ മനസ്സിലായി. ഇനി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇല്ല എന്നും വേണ്ടേ. ചില കാര്യങ്ങൾ നമുക്ക് ഇല്ലാത്തതുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത്, നേരത്തെ നമ്മൾ ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് 10 കാര്യങ്ങൾ നമുക്കുള്ളത് പറഞ്ഞെങ്കിൽ, ഇന്ന് നമ്മൾ ഐ ഡോണ്ട് ഹാവ്, ഐ ഡു നോട്ട് ഹാവ് എന്നുള്ളത് നമ്മളൊന്ന് ചുരുക്കിയിട്ട് ഐ ഡോണ്ട് ഹാവ്, നമുക്ക് ഇല്ലാത്തത്. അങ്ങനെയുള്ള, അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ട്, എന്നാലും നമുക്ക് ഒരു 10 എന്നുള്ള ഞാൻ വേണമെങ്കിൽ ഒന്ന് ചുരുക്കിയിട്ട് വേണമെങ്കിൽ 5 അല്ല, 5 കൂടുതൽ വേണമെങ്കിൽ പറയണ്ട, നമുക്കില്ലാത്ത 5 ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ ഹാവ് എന്നുള്ളതല്ല, മറിച്ച് ഐ ഡോണ്ട് ഹാവ്. ഓക്കെ പ്രീതി, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ ഡോണ്ട് ഹാവ് എ കളർ ടി വി. എന്റെ വീട്ടില് എനിക്ക് കളർ ടി വി ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ മൾട്ടി സ്റ്റോറീഡ് ഹൗസ്. ബഹുനിലകളുള്ള വീട് എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്കൊരു കാറില്ല. ഐ ഡോണ്ട് ഹാവ്, ഇല്ല എന്നർത്ഥം വരാൻ വേണ്ടിയിട്ട് ജസീല ഓക്കെ. വല്ല പുറത്താണോ ജസീല? അല്ല സർ, സ്പീക്കർ. ഓക്കെ എന്നിട്ട് മൈക്ക് ഓൺ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ജസീല കേൾക്കുന്നുണ്ടാവുമല്ലോ. ഐ ഡോണ്ട് ഹാവ്. ജസീലയുടെ ജീവിതത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ ജസീലയുടെ ഇല്ല എന്ന് തോന്നിയിട്ടുള്ള ഐറ്റംസ് എല്ലാം വേണമെന്നില്ല, 5 എണ്ണമെങ്കിലും പറയാൻ പറ്റുന്ന ഐറ്റംസ് പറഞ്ഞാൽ മതി.
ഐ ഡോണ്ട് ഹാവ്. നമ്മൾ ഐ ഹാവ് വെച്ച് പറഞ്ഞു, അത് 10 ഐറ്റംസ് നമുക്ക് ഉള്ളതാണ് പറഞ്ഞത്. ഐ ഹാവ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഇല്ലാത്ത 10 കാര്യങ്ങളാണ്. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. എന്തില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഓക്കെ, ജസീല ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. ജസീലയുടെ ഐശ്വര്യത്തിൽ വേണം ഈ ഫെബ്രുവരി മാസം കൂടെ മുന്നോട്ട് പോകാൻ. ഓക്കെ ജസീല, കണ്ടിന്യൂ. I don't have long hair. ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ. അപ്പൊ ജസീല ശരീരത്തിലേക്കാണ് ആദ്യം നോക്കിയത്. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ. വെരി ഗുഡ്. നെക്സ്റ്റ്. I don't have a car. ഐ ഡോണ്ട് ഹാവ് എ കാർ. എന്റെ കയ്യിൽ ഒരു കാർ ഇല്ല. യെസ്. പിന്നെ I don't have bullet. ഐ ഡോണ്ട് ഹാവ് എ ബുള്ളറ്റ്. ഐ ഡോണ്ട് ഹാവ് എ ബുള്ളറ്റ്. ഓക്കെ ജസീല. യെസ്. 10 എന്നുള്ള ഞാൻ ചുരുക്കി 5 ആക്കിയിട്ടുണ്ട്. 5 കൂടുതൽ പറയാട്ടോ. യെസ്. ജസീലയുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അത് വാങ്ങണം, ഇത് വാങ്ങണം എന്നൊക്കെ. അത് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് പിന്നീട് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു വെച്ച കാര്യങ്ങളില്ലേ, അതിപ്പോ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളല്ലേ. അതിന്റെ മുമ്പ് നമുക്ക് ഐ ഡോണ്ട് ഹാവ് ചേർത്ത കറക്റ്റ് ആയി. I don't have pets. ഐ ഡോണ്ട് ഹാവ് പെൻ. Pets. യെസ്. നെക്സ്റ്റ്. I don't have. അയ്യോ. ഐ ഡോണ്ട് എല്ലാം ഉണ്ട് ജസീലക്ക്. അതിന്റെ പേര് ഒന്നും ഡോണ്ട് പറയാനില്ല. അതാണ് ജസീലയുടെ പ്രശ്നം അല്ലേ ജസീല? യെസ്. I don't have a AC. ഐ ഡോണ്ട് ഹാവ് എ AC, air conditioner. ഐ ഡോണ്ട് ഹാവ് എ സി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. 5 ആയി. ഇനിയും വേണമെങ്കിൽ പറഞ്ഞോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ഈ ഓർത്തിട്ട് പറയാം. ഇത് തന്നെ ഞാൻ ഒപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നെ ഇനിയാണ് കയറിപ്പോണത്. ഓക്കെ ജസീല ആദ്യത്തെ ആളായതുകൊണ്ട് ജസീലൊക്കെ ആലോചിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് ആലോചിക്കാനും ചിന്തിക്കാനും സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നു എനിക്ക് എന്തില്ല എന്നുള്ള കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ളത്, പിന്നീട് വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഫിനാൻഷ്യലി സൗണ്ട് ആവട്ടെ, എന്നിട്ട് വേണം എനിക്ക് അത് ചെയ്യാൻ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് ആരംഭിക്കാം. ഐ ഡോണ്ട് ഹാവ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ കിച്ചണിൽ കയറുമ്പോൾ ഇന്നത് കൂടി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, അത് നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ്. ശ്രുതി അഗിൻ. ശ്രുതി. Yes, sir. പറയൂ. ഐ ഡോണ്ട് ഹാവ് വാട്ട്? I don't have a vehicle. I don't have a vehicle. Okay. I don't have maturity. Yes. I don't have a sister. I don't have a sister. Okay. I don't have height. I don't have height. എനിക്ക് പൊക്കമില്ല. Yes. Okay. അത് വേറെ ആരും പറയാതെ ഒരു വെറൈറ്റി ആയ സംഗതി പറഞ്ഞാട്ടാ. I don't have own room. I don't have own room. സ്വന്തമായിട്ട് റൂം ഇല്ല. വെരി ഗുഡ്. ഓക്കെ. അപ്പോ നമുക്ക് ഈ 5 ഐറ്റം പറയാനായിട്ട് നമ്മളെടുത്ത സമയമൊക്കെ വെച്ച് നോക്കുമ്പോ വി ആർ ബ്ലസ്ഡ്. നമ്മൾ അനുഗ്രഹീതരാണ്. അല്ല പ്രീതി യെസ്. പ്രീതി ഈസ് നോട്ട് റെസ്പോണ്ടിങ്. ദിവ്യ വിജയ്. ദിവ്യ. യെസ്. ദിവ്യ. പറഞ്ഞോ. ദിവാകർ പറഞ്ഞോളൂ. ഓക്കെ. അതെ, ഇനി ആർക്കെങ്കിലും ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് കയറി വരേണ്ട. എന്നിട്ട് സാർ ഞാനൊന്ന് പറഞ്ഞു അങ്ങനെ പറയട്ടെ. ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വന്നിട്ട് ഓക്കെ ഞാനൊന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പൊ ദിവാകരൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ ദിവ്യ പറഞ്ഞോളൂ. ഐ ഡോണ്ട് ഹാവ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാനോ? I don't have a garden. I don't have a garden.
I don't have a scooter. I don't have a scooter. I don't have a big house. I don't have a big house. I don't have a car. I don't have a car. I don't have a brother. Okay, I don't have a brother. ഇനി പറഞ്ഞോ കുഴപ്പമില്ല. 5 ആയിട്ടുണ്ട് എന്നാലും. I Yes. don't have AC. I don't have AC. Okay. Okay. 6. Okay, very good, Divya. Very good. Okay. ദിവ്യ ഒരു വീടൊക്കെ വെച്ചിട്ട് ഒരു പാർപ്പൊക്കെ നടത്തുക. ഈ വക ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ വരും. യെസ്, ഓക്കെ ദിവ്യ. ഇനി അടുത്തതാരാണ്? ഹു ഈസ് നെക്സ്റ്റ്? അഞ്ജു. യെസ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് അനീഷ ഷാജി. Sir, അനീഷ, പറഞ്ഞോളൂ അനീഷ. I don't have money. ഐ ഡോണ്ട് ഹാവ് മണി. എന്റെ കയ്യിൽ കാശില്ല. ഓക്കെ, വെരി ഗുഡ്. I don't have height. ഐ ഡോണ്ട് ഹാവ് ഹൈറ്റ്. ഹൈറ്റ് ഇപ്പൊ 2 പേരായിട്ടാ. ശ്രുതി ഉണ്ട്. യെസ്, ഓക്കെ. I don't have a room. ഐ ഡോണ്ട് ഹാവ് എ റൂം. I don't have a pet. ഐ ഡോണ്ട് ഹാവ് എ പെറ്റ്. വെരി ഗുഡ്. I don't have a home. ഐ ഡോണ്ട് ഹാവ് എ ഫോൺ. ഓക്കെ. അനീഷ I അഞ്ചെണ്ണം don't വായി പറഞ്ഞോളൂ. I don't have a home. ഹോപ്പ്, പ്രതീക്ഷയില്ലെന്നാണ്. ഹോപ്പാണ് ഉദ്ദേശിച്ചത്. Yes. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? യു ഷുഡ് ഹാവ് ദ ഹോപ്പ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ കറക്റ്റ് ആക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചോ. പ്രതീക്ഷയ്ക്ക് ഓക്കെ. ഡോണ്ട് വറി. ഓക്കെ. I don't have a sister. അപ്പൊ സ്നേഹം അത് തന്നെയാണ് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് എ സിസ്റ്റർ. ഐ ഡോണ്ട് ഹാവ് എ സ്കൂട്ടി. ഐ ഡോണ്ട്. അപ്പൊ അനീഷ പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ സ്കൂട്ടി. ലിറ്റ് പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ പെറ്റ്. ഐ ഡോണ്ട് ഹാവ് എ സൈക്കിൾ. ഓക്കെ. യെസ് അനീഷ, ഇനി എന്തെങ്കിലും? I don't have AC. I don't have car. ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഇതൊക്കെ വരും. Thank you. ഓക്കെ. ഡോണ്ട് വറി. ഏത് വിജയിച്ചാരുടെ പിന്നിലും എന്തുണ്ട്? ഒരു അന്വേഷണത്തിന്റെ ഒരു കാലഘട്ടമുണ്ട്. ഓക്കെ. വെരി ഗുഡ്. യെസ്, അഭിജിത്ത്. അഭിജിത്ത്. ഐ ഡോണ്ട് ഹാവ്. അഭിജിത്ത്. സാർ ഞാൻ പറയാം. ഓക്കെ. ആനി റോഷൻ പറഞ്ഞോളൂ. ആനി. I don't have a job. വളരെ വെറൈറ്റി ആയിട്ട് പറഞ്ഞിട്ട്. ഐ ഡോണ്ട് ഹാവ് എ ജോബ്. എനിക്കൊരു ജോലിയില്ല. യെസ്. I don't have a scooty. I don't have a I don't have a garden. Yes. I don't have a neighbor. Yes. I don't have a micro oven. I don't have a micro oven. Okay. അഞ്ജനായി. ഓക്കെ. അഭിജിത്ത് പുറത്താണ്. പിന്നെ നമ്മുടെ ഒരാളോട് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. എനിക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. യെസ്. ഓക്കെ. വെറൈറ്റി ആയിട്ട് പിടിച്ചാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അഫ്നാന്റെ ഞാൻ അടുത്ത് ഞാൻ പറയാനായിട്ട് പേര് ഞാൻ വിചാരിച്ചാണ്. കറക്റ്റ്. ഓക്കെ. വെരി ഗുഡ്. I don't have a grandparents. I don't have grandparents. I don't have a cake baking oven. I don't have a baking oven. I don't have a bigger brother. I don't have a bigger brother. Yes. I don't have a job. Yes. I don't have a cousin. I don't have a cousin. Okay. I don't have a garden. I don't have a garden. Okay. അഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പറയണെങ്കിൽ സനീത പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ഗേൾ ചൈൽഡ്.
I don't have a long hair. Okay, Afnan, very good. ഇങ്ങോട്ട് വന്നിട്ട് പറയാനായിട്ട് പറഞ്ഞ ആ കാണിച്ച മനസ്സിനും കൂടി ഞാൻ കൺഗ്രാജുലേഷൻ പറയാം. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അഫ്നാൻ പറഞ്ഞു. ഇനി അക്ഷയ രാജ്. അക്ഷയ ഓക്കെ. അഫ്നാൻ താങ്ക് യു. അക്ഷയ ഓക്കെ. രാജേഷ് വൈഷ്ണവി പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ, ഐ ഡോണ്ട് ഹാവ് എ ജോബ്. ഓക്കെ. അമലു സാർ ഞാൻ പറയാം. ഓക്കെ. ഹസ്ന പറഞ്ഞോളൂ ഹസ്ന. I don't have a new watch. I don't have a new watch. I don't have a new bed sheet. I don't have a new bed sheet. I don't have an investment. I don't have investment. Investment ഒക്കെ വരും. ഹസ്ന, don't worry. I don't have a study table. Okay. I don't have a girl baby. I don't have a girl baby. Okay, Asna, very good. Yes. ഇനി അടുത്ത ആരാണ്? അപ്സര. വിഘ്നേഷ് ബാബു നേരത്തെ പറഞ്ഞിരുന്നു ഐ ഡോണ്ട് നോ പീസ്, അല്ലെ ഐ ഡോണ്ട് ഹാവ് പീസ്, സമാധാനമില്ലെന്നാണ് വിഘ്നേഷ് പറയുന്നത്. ഓക്കെ. യെസ്, വെരി ഗുഡ്. നമുക്ക് അങ്ങോട്ട് വരാം. ഇനി അപ്സര, ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാട്ടോ. അപ്സര. ഓക്കെ. ഷിജിന പറഞ്ഞോളൂ. I don't have patience. I don't have patience. അത് ആരും പറയാതൊരു സംഗതിയാണ്. എനിക്ക് ക്ഷമയില്ല, അല്ലെ? ഓക്കെ. നിങ്ങള് അറിയാൻ പറ്റുന്നത്. യെസ്. ഓക്കെ. I don't have bank balance. I don't have bank balance. I don't have a job. I don't have a job. I don't have sisters. I don't have sisters. I don't have a car. I don't have a car. Yes. Okay, ഷിജിന, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. 5 ആയിട്ടുണ്ട്. കോട്ട കഴിഞ്ഞു. ഇനിയും പറയാം. Yes. Okay, very good. Okay, ഷിജിന, very good. Okay, very good. Celia Dicoto. Celia. നിങ്ങൾ മാറി നിൽക്കില്ല. ഐ ഡോണ്ട് ഹാവ് ആർക്കും നിങ്ങൾ പറയാലോ, പിന്നെ നിങ്ങൾ മാറി നിൽക്കുന്നത്. യെസ്. മുഹമ്മദ് റാഫി പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ജോബ്, ഐ ഡോണ്ട് ഹാവ് എ മണി. Hi sir. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. മസ്ഹിൽ. ഓക്കെ, പറഞ്ഞോളൂ. I don't have plants in my home. ഐ ഡോണ്ട് ഹാവ് പ്ലാന്റ് ആണ്. Plant. ഓക്കെ. I don't have any experience with that field. I don't have any experience. I don't have any plans for the weekend. Okay. I don't have free time. Okay. I don't have any energy left. I don't have any energy left. Yes. I don't have a backup plan. Yes. Okay. I don't have any savings in life. And you don't have any savings in your life. Okay. Yes, sir. Okay. ഈ സേവിങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം, യു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവർസെൽഫ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് നിങ്ങളിലാണ്. അതൊരു പക്ഷേ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കിന് ഓക്കെ അമലു പുറത്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ അമലു. ഓക്കെ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളായിരിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്നില്ലേ, അത് നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിൽ തന്നെയാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ റെഡി ആക്കി നിർത്തുകയാണ്. അത് കഴിയുമ്പോൾ നിങ്ങളെ ആവശ്യക്കാർ ഒന്ന് വിളിക്കുകയാണ് എന്റെ കമ്പനിയിലേക്ക്. അതായത് വി മസ്റ്റ് ബി കേപ്പബിൾ. നമ്മൾ കേപ്പബിൾ ആണ്, എഫിഷ്യന്റ് ആണ്. ഓക്കെ, മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവർ. ഓക്കെ. ഹസീന. ഞാൻ പറയാം. ഓക്കെ. സുൽഫത്ത് പറഞ്ഞോളൂ സുൽഫത്ത്. I don't have beautiful memories. I don't have beautiful memories. ആദ്യം പറയാത്ത സംഗതി. എനിക്ക്
എന്താ പറയാ, മധുരിക്കുന്ന ഓർമ്മകളില്ല. യെസ്. I don't have a lazy mind. Lazy mind. I don't have lazy mind. Okay, okay, very good. I don't have any nostalgia. I don't have any nostalgia. അത് വെറൈറ്റി പിടിച്ചതല്ല സുൽഫിത്ത്. ഐ കൺഗ്രാജുലേറ്റ് യു. വെരി ഗുഡ്. ഒക്കെ വെറൈറ്റി ആയിട്ടാണ് പറഞ്ഞത് സുൽഫിത്ത്. ഓക്കെ. I don't have any rememberable friends. I don't have any remember. ഓർമ്മിക്കത്തക്ക സുഹൃത്തുക്കളായിരുന്നില്ല. ഓക്കെ. യെസ്. I don't have a satisfying mind. Oh, I don't have a satisfying mind. സംതൃപ്തമായ ഒരു മനസ്സ് എനിക്കില്ല. ഓക്കെ, ഓക്കെ. ഇനി Finish. ഓക്കെ, 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 ഫിനിഷ്. ഓക്കെ, ഓക്കെ. പ്രീതി പറയുന്നു. ഓക്കെ, ഓക്കെ, ഓക്കെ. ശരി, 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 ശരി. ഓക്കെ, 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 ഓക്കെ. പ്രീതി ഓക്കെ, ഓക്കെ, ഓക്കെ. പ്രീതി നോ പ്രോബ്ലം. ഓക്കെ, ഓക്കെ, ഓക്കെ. റിയാക്ട് ചെയ്താൽ മതി. വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് ഹസീന. ഹസീന നേരത്തെ വിളിച്ചതാണ്. Yes, sir. I don't have a job. I don't have a job. Okay. വിജയ് ഞാൻ പറയാം. അടുത്ത വിജയം പറഞ്ഞോളൂ. യെസ്. I don't have a job. I don't have a sweet memories. I don't have sweet memories. Okay. I don't have a car. I don't have a car. I don't have a bank balance. I don't have bank balance. I don't have a baby boy. I don't have a baby boy. Okay. ഇനിയുണ്ടോ ഹസീന? ഹസീന 5 കോട്ടയായിട്ടുണ്ട്. 4 മിനിറ്റ് വേണമെങ്കിൽ മുന്നോട്ട് പോവാം. പറയാം സാർ. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. I don't have a AC. I don't have AC. അപ്സര പറയുന്നു I don't have a drink. Okay. ഓക്കെ ഹസീന ഒന്നുകൂടി ആലോചിച്ചു. ഓക്കെ, ഓക്കെ, ഓക്കെ. ഒന്നുകൂടി ആലോചിച്ചു. ജസീലും ഒന്നുകൂടി ആലോചിച്ചു. ഓക്കെ, 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 ഓക്കെ. ഹസ്ന ഷാജഹാൻ. ഹസ്ന പറഞ്ഞു. ആരാണ്? സൗമ്യല്ലേ? അതെ, അതെ. ജസീല പറയുന്നു I don't have a PAN card. ഓക്കെ ജസീല. ഓക്കെ, സൗമ്യ പറഞ്ഞോളൂ. സൗമ്യ പറഞ്ഞു. I don't have any enemies. I don't have enemies. ഓക്കെ അപ്സര പറഞ്ഞോളൂ. I don't have a beauty parlor. I don't have a swimming pool. വെരി ഗുഡ്. അത് നല്ല രസകരമാണ്. I don't have a beauty parlor. I don't have a swimming pool. വെറൈറ്റി പിടിക്കാം. I don't have a modern kitchen. I don't have a speaking English fluently. I don't have the ability to speak English fluently. അങ്ങനെയല്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. അഞ്ചെണ്ണായി. ഓക്കെ, ഓക്കെ. വെരി ഗുഡ് സൗമ്യ. വെറൈറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, 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 ഓക്കെ. യെസ്. വിജയ്. വിജയ് പറഞ്ഞോളൂ. വിജയ് കെ ജോർജ്. യെസ്. ഓക്കെ, ഓക്കെ. കൃപ. സോമശേഖരൻ. യെസ്. അഞ്ജു. ഓക്കെ. വിജയ്ക്ക് അവിടെ ഓഡിയോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് വിജയ് പറയാത്തത്. ഓക്കെ, ഓക്കെ. ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട് വിജയ്. ഓക്കെ, 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 ഓക്കെ. ഓക്കെ. കൃപയും വീട്ടിലല്ല, പുറത്താണ്. അല്ലെങ്കിൽ കൃപയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്ന് പറയുന്നതാണ്. ഓക്കെ, ഓക്കെ. അഞ്ജു. ഓക്കെ. അഞ്ജുവും പുറത്താണ്. ഓക്കെ, 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 ഓക്കെ. വിഘ്നേഷ് ബാബു. വിഘ്നേഷ്. അപ്പൊ വിജയ് പറയുന്നു I don't have a job. വിഘ്നേഷ് ബാബു.
Vignesh. Okay. I don't have a satisfying life. നേരത്തെ ഒരാളും കൂടി വന്നില്ല, കൃപയും അതേ രീതിയിലാണ് വന്നത് അല്ലേ? I don't have any motivation to exercise. Okay, മസ്കുലർ മോട്ടിവേഷനിലേക്ക് വരും. I don't have a pet. വിജയ് പറയുന്നു. അപ്സര പറയുന്നു I don't have a movie. Yes. Okay. Litti Biju. Litti Biju. വിഘ്നേഷ് പറയുന്നു ഓക്കെ. വിഘ്നേഷിന്റെ മൈക്ക് ഓണാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ലിറ്റി ബിജു I don't have 10 വാചകം 5 വാചകം പറയുക. അലീഷ പറയുന്നു I don't have the time. I don't have a house. കൃപ പറയുന്നു I don't have license. വിജയ് പറയുന്നു യെസ്. ലിറ്റി ബിജു. കൃപ പറയുന്നു I don't have a family. I don't have too much problems in my life. അത് 5 പറയുന്നു. ഓക്കെ. മുഹമ്മദ് റാഫിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും? യെസ്. ഓക്കെ ലിറ്റി. ഓക്കെ. അപ്പൊ കുഞ്ഞു 5 പറയുന്നു I don't have a car. മുഹമ്മദ് റാഫി. യെസ്. മുഹമ്മദ് റാഫി is not responding. മുനാവിർ. I don't have a big house. Ajju. Yes. Munavir. Nasija. Yes. Okay. പറഞ്ഞോ Nasija. അപ്പൊ 5 പറയുന്നത് I don't have a sister. ഹസ്ബൻഡ് പറയുന്നത് I don't have a wallet. I don't have a diary. ഇപ്പൊ പറയുന്നത് I don't have a car. Okay. Nasija. I don't have reading habits. I don't have bad habits. Hello, this is. Yes. I don't have any. പാവം സമ്മതിക്കുന്നില്ല അല്ലേ? ഓക്കെ. കുറച്ചേക്ക് വിളിക്കാം. ഓക്കെ. കുറച്ചേക്ക് വിളിക്കാം. ഓക്കെ. ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ. യെസ്. അപ്പോ രജീഷ് ഓക്കെ. ദിവ്യ പറയുന്നു I don't have brave to go outside at night. 5 പറയുന്നു I don't have any savings. കൃപ പറയുന്നു I don't have any problems. Yes. രജീഷ്. സനീറ എസി. Hi, sir. പറഞ്ഞോളൂ സനീറ പറയുന്നത് എനിക്കറിയാം. ഓക്കെ. സനീറ പറഞ്ഞോളൂ. I don't have a beautiful hair. I don't have a beautiful hair. Oh, very good. I don't have a lean body. Yes. Okay. I don't have a girl child. Okay. I don't have a rude mind. I don't have a good mind. Yes. അത്രേനേ ഉള്ളൂ സർ. ഓക്കെ. വെരി ഗുഡ്. ഈ വലിയൊരു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കുറിച്ച് തന്നെ അറിയില്ലേ, അത് വലിയൊരു അറിവാണ്. അത് ഒരു എന്താ പറയാ വിജയത്തിന്റെ ഒരു മുന്നോടിയാണ്. അപ്പൊ സുൽഫത്ത് പറയുന്നു I don't have courage to represent an audience. അതൊക്കെ റെഡിയാവും സുൽഫത്ത്. ഇനി കുറച്ചാൾ കഴിയുമ്പോ ഓഡിയൻസിനെ നോക്കിയൊക്കെ സുൽഫത്ത് പ്രസംഗിക്കും. ഓക്കെ. അപ്പൊ ഷിജിന പറഞ്ഞതാണ്. പിന്നെ ഷൈജി. Hi, sir. പറഞ്ഞോളൂ ഷൈജി പറഞ്ഞോളൂ. I don't have watched a lot of movie. Yes. I don't have the habit of watching a lot of movie. Okay. I don't have time to exercise. I don't have the plan to exercise. Okay, Divya.
Okay, I don't have a pet. I don't have pets. Okay. Then I don't have a job. I don't have a job. എല്ലാവർക്കും പറയാവുന്നതാണ് അല്ലേ? Yes. Mm, Then I don't have a beautiful garden. I don't have a beautiful girl. അഞ്ചെണ്ണമായിട്ടുണ്ട്. കോട്ട തകരു. ഈ മുന്നോട്ട് പഠിക്കാൻ പോകാം. ഇല്ല സർ, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. വെരി ഗുഡ്. ഓക്കെ ഷൈജി. ഓക്കെ വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ വെൽക്കം വെൽക്കം. ഓക്കെ ഓക്കെ വെൽക്കം. യെസ് ഓക്കെ. അപ്പൊ ഷൈജി പറഞ്ഞു കഴിഞ്ഞു. സ്നേഹ അജീഷ്. സ്നേഹ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. ശ്രുതി പറഞ്ഞതാണ്, സുഷ്മത്ത് പറഞ്ഞതാണ്. സുമ അനീഷ് പറഞ്ഞിട്ടില്ലല്ലോ. സുമ ഓക്കെ ഓക്കെ ഓക്കെ. സ്നേഹ ഔട്ട്സൈഡാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഐ ഡോണ്ട് ഹാവ് ദ ഹാബിറ്റ് ഓഫ് ടോക്കിംഗ് അബൌട്ട് അതേഴ്സ്. ഓക്കെ അഞ്ചു പറയുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. വിഘ്നേഷ് ബാബുവിന് അവിടെ ഒരു മൈക്ക് ഓണാവുന്നില്ല, അതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. യെസ്. ഇനി ആർക്കാണ് പറയാനുള്ളത്? ഓക്കെ. സ്നേഹ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ സ്നേഹ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. യു റെസ്പോണ്ടഡ് വെരി വെൽ. യെസ്. സുമ പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ. ഓക്കെ. യെസ്. ഇനി ആർക്കാണ് പറയാനുള്ളത്? Sir. പറഞ്ഞോളൂ ഫാത്തിമ ഷാജി. Yes. Sir, I am not feeling well, but I will try. Very good, very good. Okay. As your mind is appreciated. Very good. Okay. I don't have a salaried job. I don't have a driving license. Job. Okay, 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 okay. Rajida. I don't have a interest in gardening. I don't have fluency in speaking Hindi. I don't have Yes. a coffee maker. I don't have get time to being alone. I don't have a personal computer. Yes. I don't have a library. Yes. I don't have the ability to sing. I don't have a PG degree. Yes. That's Very good, very good. എട്ടെണ്ണത്തോളം പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ശരി. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. രഞ്ജിത. യെസ്. കൃപ പറയുന്ന ഐ ഡോണ്ട് ഹാവ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ്. ഓക്കെ 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 ഓക്കെ. യെസ്. രഞ്ജിത പറയുന്നു ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ശരിയാണ് രഞ്ജിത. ഓക്കെ 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 ഓക്കെ. ലച്ചു ഷാജി. യെസ്. ലച്ചു ഷാജി. അലോന. ബബിത. നമുക്ക് സ്ഥിരം വരുന്ന കാണുണ്ടായാലും മിനി. മുഹമ്മദ് റാഫി പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ പീസ്ഫുൾ മൈൻഡ്. മുഹമ്മദ് റാഫിക്ക് ഒരു സമാധാനമുള്ളൊരു മനസ്സില്ല എന്നാണ് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. യെസ്. സൗമ്യ പറഞ്ഞ ഒരു സൗമ്യനെ പറഞ്ഞു. ഇനി ഒരു സൗമ്യം കൂടി ഇല്ലേ? യെസ്. ഓക്കെ ഓക്കെ. ഇനി ആർക്കാണ് പറയാൻ താല്പര്യം? ഐ ഡോണ്ട് ഹാവ്. അപ്പോ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ ഹാവിനെ കുറിച്ച് പറഞ്ഞു. എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ്. പിന്നെ എന്ത് സാധനമാണോ ഉള്ളത് അത് നമ്മൾ ആ വേർഡ് നമ്മൾ പറയുന്നു. ഐ ഹാവ് എ കാർ. അലീഷ പറയുന്നത് ഐ ഡോണ്ട് ഹാവ് ദ ഗവൺമെന്റ് ജോബ്. ഓക്കെ അലീഷ, ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ 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 ഓക്കെ. യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോ വീണ്ടും നമ്മൾ പറയുന്നു ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുമ്പോൾ എനിക്കില്ല എന്നുള്ളതാണ് ഐ ഡോണ്ട് ഹാവ്. ഇനി നമുക്ക് വേറൊരു സംഗതി കൂടിയുണ്ട്. സുൽഫത്ത് പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ബ്ലൂ ചുരിദാർ. ഓക്കെ സുൽഫത്ത് വരും, ഡോണ്ട് വറി. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ രസകരമായിട്ട് പറയാറുണ്ട്. കൃപ പറയുന്നു ഐ ഡോണ്ട് ഹാവ് പേഷ്യൻസ്.
എനിക്ക് എന്തില്ല, ക്ഷമയില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇത് ക്ഷമയില്ല എന്ന് പറയാനായിട്ട് നമ്മൾ കാണിക്കുന്ന ഈ മനസ്സില്ലേ, അതും ക്ഷമയുടെ ഒരു ലക്ഷണമാണ്. യെസ്, ഓക്കെ, നമ്മുടെ തിരിച്ചറിവില്ലേ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഐ ഹാവ് എന്താണ് നമ്മൾ പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് എന്താണെന്ന് പറഞ്ഞു. എനിക്ക് എന്തുണ്ട്, എനിക്ക് എന്തില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് 2 ക്ലാസ്സുകളായിട്ട് നമ്മളത് പറഞ്ഞത്. ഓക്കെ. അപ്പൊ യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. കേട്ടോ, നിങ്ങൾ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. ഈ കുറച്ചു പേർക്ക് ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ജസീല ആദ്യം പറഞ്ഞതുകൊണ്ട് ജസീലൊക്കെ ആലോചിക്കാൻ സമയം കുറച്ച് കുറവാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ചാൻസ് കൂടി തരാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ചാൻസ് ഇപ്പൊ തരികയാണ്. ജസീല. ഹലോ സർ, ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു അല്ലേ? അത് ടൈപ്പ് ചെയ്ത് അയച്ചു, അത് കുഴപ്പമില്ല. എന്നിരുന്നാലും പറയുമ്പോഴേ കുറച്ചും കൂടി നമുക്കൊരു ധൈര്യം വരും. ടൈപ്പ് ചെയ്ത് നമ്മൾ അയക്കും, അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ പറയുക ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്ത് വരുന്നു, ഒരു ധൈര്യം വരും. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ. ഞാൻ നമ്മള് ഒരു ലെറ്റർ പറഞ്ഞായിരുന്നില്ലേ, ഒരു ലെറ്റർ, ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതുന്ന രീതി നമ്മൾ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് സാർ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ടൈം ഇല്ലായിരുന്നു. എന്തോ ഓർമ്മിപ്പിക്കണം പറയാൻ പറഞ്ഞായിരുന്നു. എന്താന്ന് പറഞ്ഞു? ഓർമ്മിപ്പിക്കുന്നത് അതിന്റെ കൂടെ ഞാൻ എന്തെങ്കിലും ഒഴിപ്പിച്ചായിരുന്ന? അതെന്താ പറഞ്ഞു? അല്ല, എന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ നമ്മളത് പറഞ്ഞത്? ക്ലാസ് തീരാറായിരുന്നു. ഞാൻ ഓർമ്മ വരുവാണെങ്കിലും പറയാം, ഇപ്പൊ കിട്ടുന്നില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. യെസ്. അല്ല, എന്തുമായി ബന്ധപ്പെട്ട കേസാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഇന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോഴാണ് സമയം തീർന്നു പോയത് എന്ന് പറയുന്ന അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഒരറിവും ചെറുതല്ല. വെരി ഗുഡ് അർച്ചന, വെരി ഗുഡ്. അൽപ്പിക്ക് ഓർമ്മ വന്നു. ഓക്കെ. അതായത് ഒരറിവും ചെറുതല്ല എന്ന് പറഞ്ഞത്. അപ്പോ അതിന്റെ അത് ഓക്കെ. വെരി ഗുഡ് അർച്ചന, വെരി ഗുഡ്. ഫാത്തിമ തുടങ്ങി വെച്ചു, അഞ്ജനയായിട്ടത് കയറി ഫിനിഷ് ചെയ്തു. യെസ്, ഒരറിവും ചെറുതല്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയുന്നു. എന്തെങ്കിലും ഒരു പുതിയ കാര്യമൊക്കെ ആകുമ്പോഴേ നമ്മൾ അതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. അത് എപ്പോഴും നല്ല കാര്യമായിരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോ അന്ന് അവിടെ ഇങ്ങനെ പല ഏറ്റവും മികച്ച 2 കുട്ടികൾ പങ്കെടുക്കേണ്ട പല പരിപാടികളൊക്കെ വരും. അപ്പോൾ വരുമ്പോ ഞാൻ മികച്ച കുട്ടികളായതുകൊണ്ടല്ല, നമ്മൾ പ്രിൻസിപ്പാളിന്റെ ഒരു കണ്ണിലുണ്ണി ആയതുകൊണ്ട് ഒരാളായിട്ട് ഞാൻ എപ്പോഴും പോകാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ഒരു ക്ലാസ്സുകളില് പല ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പങ്കെടുത്ത പിന്നെ എനിക്ക് വളരെ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുള്ള സംഗതിയാണ് ഹൗ ടു ഫേസ് ഇന്റർവ്യൂ ബോർഡ്. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള പല ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് എനിക്കത് വളരെയധികം ഉപകാരത്തിൽ കൊണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോയത്. ഒരറിവ് ചെറുതല്ല എന്ന് പറയാൻ പോയത്. അപ്പൊ അന്ന് ഞങ്ങളോട് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞ ആ അനുഭവം വെച്ച് പറയുക. ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂ നടക്കുകയാണ്. അപ്പൊ ഈ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആ സാറ് മിസ്റ്റർ ഡോക്ടർ പുതുവാൾ എന്നൊരു ഓർമ്മ. അപ്പൊ അദ്ദേഹം അന്ന് അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ബാങ്കിന്റെ ഇന്റർവ്യൂ നടക്കുന്നതിന് മുമ്പ് ചെയർമാൻ വന്ന് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞു, ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ്. അതായത് പെൺകുട്ടികളെ കഴിയുന്നതാണ് ഒഴിവാക്കിയേക്കിട്ടാന്ന്. അപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യ മുഴുവൻ ഇവരെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ആൺകുട്ടികളാവുമ്പോൾ എങ്ങോട്ട്, ഇന്നിപ്പോ ഗുജറാത്തിൽ 2 കൊല്ലം കഴിയുമ്പോൾ മഹാരാഷ്ട്രയിലോട്ട് പൊക്കും. നേരെ മറിച്ച് പെൺകുട്ടികളാവുമ്പോൾ ചിലപ്പോൾ അവർ പോകില്ല. അപ്പൊ അവര് ചിലപ്പോൾ ജോലി രാജിവെക്കും. രാജിവെച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത റിക്രൂട്ട്മെന്റ് വരെ വേക്കൻസിയാണ് വെറുതെ എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ ഇതേ ചെയർമാൻ തന്നെ പറഞ്ഞു, സെലക്ട് ഹെർ എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ്. അപ്പോ എന്താ പറയാ, ട്രൈ ടു അവോയ്ഡ് ലേഡീസ് എന്ന് പറഞ്ഞ അതേ ചെയർമാൻ തന്നെയാണ് സെലക്ട് ഹെർ എന്ന് വേറൊരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ പേര്, നിങ്ങളെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല.
ആകാശത്തിന്റെ കീഴിലുള്ള എന്ത് വിഷയത്തെ കുറിച്ച് അവർ ചോദിക്കും. സബ്ജക്റ്റ് എന്താണോ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വിഷയം ചോദിക്കാൻ വേറെ ആളുണ്ടാവും. യെസ്. അപ്പോ നിങ്ങളുടെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ പേരിന് ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ പേരിൽ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ നാട്ടില് അല്ലെങ്കിൽ ആ ജില്ലയില് എടുത്തു പറയത്തക്ക റിമാർക്കബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത പറയാൻ പറ്റിയില്ലെങ്കിലും ഹെഡ്ലൈൻ എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. അതൊക്കെ പറയുമ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുമ്പോൾ നമ്മളത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും വളരെ അപ്ഡേറ്റഡ് ആണ്. ഇന്ന് ഇന്റർവ്യൂവിന് ടെൻഷൻ ഉണ്ടെങ്കിലും പത്രം വായിക്കാൻ പറഞ്ഞിട്ടില്ല ഈ കുട്ടി എന്ന് അവർക്ക് തോന്നും. അതാണ് ഒരു പോസിബിലിറ്റി പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോടും പറയുന്നത് തന്നെയാണ്, നിങ്ങളുടെ പേരിന് ഒരു മീനിങ് ഉണ്ട്. ഇപ്പൊ എന്റെ പേര് ജോബ് എന്നാണ്. ഈ ജോബ് എന്ന് പറയുന്ന വാക്കിന് ഒരർത്ഥമുണ്ട്, എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്, ദീർഘക്ഷമയുള്ളവൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിന്റെ അടുത്ത് ക്ഷമയുള്ള മനുഷ്യനാണ്. ജോസഫ്, എ മാൻ വിത്ത് മാൻ എബോവ് ദ ടെംപ്റ്റേഷൻ. അങ്ങനെ കുറെ വാക്കുകൾക്ക് പേരുകൾക്ക് തന്നെ അർത്ഥമുണ്ട്. അപ്പൊ ഇത് ഞാൻ അവിടെ പഠിച്ചത്. പിന്നീട് ഞാൻ പലപ്പോഴും എന്റെ പേരും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തു. ഞാൻ ഒരു PSCയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ഞാൻ അങ്ങനെ ചെന്ന് എന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി PSC മെമ്പർ ചോദിച്ചു. ആ PSC മെമ്പർ ഉണ്ട്. PSCയുടെ അപ്പുറത്ത് ജില്ലാ PSC ഓഫീസർ ഇരിപ്പുണ്ട്. പിന്നെ വേറൊരു സാർ ഇരിപ്പുണ്ട്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിന്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് പറയും, ഓ യുവർ നെയിം ഈസ് ജോബ്. അപ്പൊ ഞാൻ പറഞ്ഞു, യെസ് സർ, ഐ ആം ജോബ്. ഹു ഈസ് ജോബ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഹു ഈസ് ജോബ്? ആരാണ് ജോബ്? അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വിജയനോട് ചോദിക്കണം, ഹു ഈസ് വിജയ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പക്ഷെ ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു. കാരണം ഞാൻ പങ്കെടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പേര്. കാരണം ഈ ജോബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നു. അപ്പോ ഞാൻ അത് തന്നെ പറഞ്ഞു, ഇറ്റ്സ് എ സെയിന്റ് മെൻഷൻഡ് ഇൻ ബൈബിൾ എന്ന് പറഞ്ഞു. ഞാൻ പോയത് PSCയുടെ ഇന്റർവ്യൂവിലാണ്. പക്ഷെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് ഫസ്റ്റ്. രണ്ടാമത് എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ജോബ്? ഈ ജോബിന്റെ പ്രസിദ്ധമായിട്ടൊരു കൊട്ടേഷൻ ഉണ്ട്, വാട്ട് ഈസ് ഇറ്റ് ചോദിച്ചു. അപ്പൊ അത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു. അപ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ഇന്റർവ്യൂവിൽ എനിക്ക് സ്റ്റാർട്ടിങ് നന്നായിട്ട് കിട്ടി, ഒരു തുടക്കം കിട്ടി. നമ്മൾ ആദ്യം തുടങ്ങി ഐ ഡോണ്ട് നോ പറയാതെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടി. അപ്പോ എനിക്ക് ആ ഒരു സംഗതി രണ്ടെണ്ണം പറഞ്ഞു. പിന്നെ വേറെ ചോദ്യം പുള്ളി ചോദിച്ചു, അതുകൂടെ പറഞ്ഞു കഴിയുമ്പോ പിന്നെ PSC മെമ്പർ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു സാർ എന്ന് പറഞ്ഞപ്പോ പിന്നെ അദ്ദേഹം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഒരറിവും ചെറുതല്ല. എന്തിനെ കുറിച്ചും നിങ്ങൾ അറിയാൻ നോക്കുക. എന്ത് വിഷയത്തെ കുറിച്ചും വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരറിവും ചെറുതല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഓർമ്മിപ്പിച്ചത് നന്നായി. എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി അത് വിശദമായിട്ട് പറയാം. ഓക്കെ. അത് ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പറയാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചാൽ മതി. അത് ഞാനിപ്പോ ഓർമ്മിപ്പിക്കുകയാണ്. സാറിന്റെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒരെണ്ണം പറഞ്ഞു, പിന്നെ ഒരെണ്ണം കൂടി പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ ഞാനത് പറയാം. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. അത് ഗുണം ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരറിവും ചെറുതല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഫ്രണ്ട്ലി ലെറ്ററിന്റെ കാര്യം നിങ്ങളോട് പറയും. നമ്മളൊരു ഫ്രണ്ട്ലി ലെറ്റർ, നമ്മൾ SSLCക്ക് ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് ലെറ്റർ നമ്മൾ റെഡി ചെയ്തിട്ടില്ലല്ലോ. യെസ്. അപ്പോ അത് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ആ വിഷയത്തിലോട്ടാണ് വരുന്നത്. സമയം വളരെ കുറവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മളെ ലെറ്റർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2-3 പേര് പറയും, ബാക്കി ആരും പറയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നോക്കാം, ലെറ്ററിന്റെ കേസ് നമുക്ക് അന്നേരത്ത് നോക്കാം. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് വളരെ ലളിതമായ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. കാരണം ലെറ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അത് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്തിലോട്ട് വരുന്നത്. ഓക്കെ. ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. എല്ലാ ചോദ്യത്തിന്റെയും ആൻസർ ആരംഭിക്കുന്നത് F എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്നാണ്. ഓൾ ആൻസേഴ്സ് ഷുഡ് ബിഗിൻ വിത്ത് ലെറ്റർ F. F-ലാണ് ഇന്ന് നമ്മുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ആരംഭിക്കുന്നത്.
അപ്പൊ എഫിൽ തുടങ്ങുന്ന ഉത്തരങ്ങൾ പറയാനായിട്ട് റെഡിയാവുക. നിങ്ങൾ ആദ്യം പറയുന്ന ആൾക്കും ആദ്യം എഴുതുന്ന രണ്ടുപേരെയും ഞാൻ പരിഗണിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കി. വെരി സിമ്പിൾ ആയ ചോദ്യങ്ങളാണ്. Question number 1. The opposite of success. Failure. അപ്പൊ നസീബ്, ഫാത്തിമയുണ്ട്, അൽഫിയുണ്ട്. ഷിജ്ന. ഞാൻ പറഞ്ഞു. ഷിജിന. ഇതേ കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ആരെയും നിങ്ങളെ ഏൽപ്പിക്കട്ടെ. ഇത് ഷിജിന. ഞാൻ പറഞ്ഞു. ഹസീന പറഞ്ഞായിരുന്നു സാർ. ഓക്കെ, ഹസീന. ആരെഴുതും? ആര് കണ്ടുപിടിക്കും? ആദ്യം പറയുന്ന ആരാണെന്ന് ആര് കണ്ടുപിടിക്കാൻ? ഞാൻ ആരെ ഏൽപ്പിക്കണേ? ഹസീന. യെസ്. എഴുതിയിൽ ആദ്യം വന്നത് ആരായിരുന്നു? ആദ്യം എഴുതുന്നതാണ് പെട്ടെന്ന് കട്ട് ചെയ്യരുതട്ടാ, ഡിലീറ്റ് ആക്കരുത്. ഫാത്തിമ. ഓക്കെ, ഫാത്തിമ. യെസ്, ഫാത്തിമ. ഫാത്തിമ ഷാജി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഷിജിനക്ക് കൊടുത്തിട്ടുണ്ട്, ഹസീനക്ക് കൊടുത്തിട്ടുണ്ട്, ഫാത്തിമക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A kind and KIND, kind and helpful act. Kind and helpful act. എഫ് വെച്ച് കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. സുൽഫത്തെ അതല്ല. ഫ്രാങ്ക് കുറച്ച് ഓപ്പൺ ആണ്. ഫ്രണ്ട്ലി അല്ല ഉദ്ദേശിച്ചത്. സൗഹൃദത്തോടുകൂടി പെരുമാറുന്നു. കൈൻഡ് ആൻഡ് ഹെൽപ്പ്. പ്ലീസ് എഫ് തുടങ്ങട്ടെ. ഫേമസ് അല്ല. യെസ്, എസിൽ തുടങ്ങട്ടെ. ഫ്രാങ്ക്ലി നമുക്ക് ഉപയോഗിക്കാം. അത് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ട്രൂത്ത്ഫുള്ളി, ഫെയ്ത്ത്. ഉത്തരത്തിന്റെ അടുത്തൂടെ പോകുന്നുണ്ട്. സുൽഫത്ത്, ഷൈഗി, അലീഷ. ഒന്നുകൂടി ആ വാക്കുകൾ ഫെയ്ത്ത്ഫുള്ളി അല്ല. ഓക്കെ ഓക്കെ. സ്വജന പക്ഷപാതം എന്നുള്ള വാക്കൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ രൂപീകരിച്ചെടുക്കാം. സ്വജന പക്ഷപാതം എന്നുള്ള വാക്കൊക്കെ അതിൽ നിന്ന് എടുത്തെടുക്കാം. ആ വാക്കല്ല. യെസ്, ആദ്യത്തെ അക്ഷരം എഫ് ആണ്. രണ്ടാമത്തെ അക്ഷരം വിജയ്. എഫിൽ തുടങ്ങണം. എഫില് വിജയ്. എഫില് അല്ല, പൊളൈറ്റ് എഫ്. അത് വിജയ് അറിയാനും പറ്റിയതല്ലത്. അതായത് നോക്കിയാൽ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. എഫ്, രണ്ടാമത്തെ അക്ഷരം എ. ഓക്കെ ഓക്കെ, പറയാം. എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. ജസീല അതല്ല. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. ഫാന്റാസ്റ്റിക് അല്ല. സ്നേഹ. സ്വജന പക്ഷപാതം എന്ന് പറയുന്ന വീട് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ദിവ്യ, യു ആർ റൈറ്റ്. ദിവ്യ ഈസ് ദിവ്യ ആൻഡ് അപ്സര. കേട്ടോ, ദിവ്യ ആൻഡ് അപ്സര. ഓക്കെ. ഫേവറേറ്റിസം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നീ എന്താണ് അവന് ഫേവറായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവൾക്ക് ഫേവറായിട്ട് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, കൈൻഡ് ആൻഡ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റിയ വാക്കുകളാണ് ഫ്രണ്ടിന്. പക്ഷെ കൈൻഡും ആൻഡ് ഹെൽപ്ഫുള്ളും വന്നു കഴിഞ്ഞപ്പോൾ ഫേവറാക്കി. യെസ്, അടുത്തത് സിമ്പിൾ ആണ്. അനദർ വേർഡ് ഫോർ മൂവി. ഫിലിം. ഷിജിന. പിന്നെ അൽഫിയ. മസ്ഹിലിത്ത്.
നസീജ ഷിജിന അല്ലേ പിന്നെ പറഞ്ഞത്? നസീജ നസീജ. നസീജ. യെസ്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് എ മെയിൽ, MAIL, മെയിൽ പാരന്റ്. ഫാദർ ഓക്കെ നസീജ. ഫാത്തിമയുണ്ട്, മസ്കില ഉണ്ട്. ഫാത്തിമ, നസീജ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഫാദർ. സൗമ്യ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, അനീഷ പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത പറഞ്ഞിട്ടുണ്ട്, കൃപ പറഞ്ഞിട്ടുണ്ട്, അപ്സര, മനു, ലിറ്റി, ഹരിലാൽ, ലക്ഷ്മി, ഹസീന, ഓക്കെ, രജീഷ്, ഓക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം അറിയാം. വരാൻ വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഉത്തരം നിങ്ങൾക്ക് അറിയാം എന്ന് അറിയുന്നതിന്റെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് റിയൽ, REAL. Fake. ഫേക്ക്. ഷിജിന ഓക്കെ, മസ്ജിദ് ഓക്കെ, അഞ്ജന ഓക്കെ. അഞ്ജന ആദ്യമായിട്ട് വന്നതാണ്. അഞ്ജന, ഷിജിന അല്ലേ പറഞ്ഞത്? ഷിജിന അല്ലെ? ഷിജിന, മസ്ജിദ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അപ്സര പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഹസീന പറഞ്ഞിട്ടുണ്ട്, ദിവ്യ പറഞ്ഞിട്ടുണ്ട്, മനു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഫേക്ക് കറക്റ്റ് ആണ്. റിയൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഫേക്ക് ആണ്. അടുത്തത് ഞാൻ പറയുന്ന വേർഡിന്റെ മീനിങ് വരുന്ന വേറൊരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. പറയുന്ന വാചകം ഇതാണ്: വെരി ഹംഗ്രി. വെരി ഹംഗ്രി. ഫുഡ് അല്ല അപ്സര, ഫാസ്റ്റിംഗ് അല്ല, വെരി ഹംഗ്രി. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഉപവാസം എന്നാണ്. വെരി ഹംഗ്രി. നോട്ട് ഹംഗ്രി. അപ്പൊ എനിക്ക് വന്നില്ലേ? നോട്ട് ഹംഗ്രി അല്ല, വെരി ഹംഗ്രി. വളരെ വിശപ്പുള്ളതാണ്. അല്ല, ഫാസ്റ്റ് ഫുഡ് അതിനുള്ള പരിഹാരമാണ്. ഓക്കെ. അൽഫിയ ആൻഡ് അഞ്ജന കറക്റ്റ് ആൻസർ ആണ്. അൽഫിയ ആൻഡ് അഞ്ജന ഇസ് കറക്റ്റ് ആൻസർ. ഇതാണ് ഫാമിഷ്ഡ്. ദിവ്യ പറഞ്ഞിട്ടുണ്ട് ഫാമിഷ്ഡ്, FAMISHD, ഫാമിഷ്ഡ് ഇസ് എ കറക്റ്റ് ആൻസർ. അടുത്തത് ഓക്കെ കൃപ, വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോൺ, KNOWN, നോൺ ആണ്. Known to many people. Familiar അല്ല. അതൊരു മാർക്ക് തരാം. മസ്ജിദ് ആൻഡ് ഫാത്തിമ. മസ്ജിദ് ആൻഡ് ഫേമസ് ആണ്. ഫാത്തിമ. ഓക്കെ ഓക്കെ ഓക്കെ. ഷിജിനക്ക് തന്നിട്ടുണ്ട്. ഷിജിന അല്ലേ? ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ശരിയാണ്. ലിറ്റി ശരിയാണ്. ഹസീന, കൃപ ശരിയാണ്. അപ്സര കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫേമസ് ആണ്. നമ്മൾ പറയാറില്ലേ മമ്മൂട്ടി ഈസ് വെരി ഫേമസ് ബിക്കോസ് ഹി ഈസ് നോട്ട് ടു മെനി പീപ്പിൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഞാൻ പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന വേറെ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. വേർഡ് ഇതാണ്: ചുക്കിലി. QUICKLY. ചുക്കിലി. നസീജ ആൻഡ് ഫാത്തിമ ആൻഡ് സുൽഫത്ത്. നസീജ, ഫാത്തിമ ആൻഡ് സുൽഫത്ത്. ഷിജിന അല്ലേ? സുൽഫത്ത് വന്നിട്ടില്ല അല്ലെ? സുൽഫത്ത്, ഷിജിനി. ഓക്കെ 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 ഓക്കെ. യെസ് ശരിയാണ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് പറയുന്ന പേരെന്താണ്? എന്തിന്റെ കുഞ്ഞാണ്? യങ് ഡീർ. മാനിന്റെ കുഞ്ഞ്. യങ് ഡീർ. എഫിട്ട് കൊടുക്കുന്ന വാക്കാണ്. മാനിന്റെ കുഞ്ഞിനെ പറയുന്നത് അത് ഡീറിന്റെ കുഞ്ഞാണ്. വിജയ് എന്റെ കുഞ്ഞിന്. യങ് വൺസ് ഓഫ് ഡീർ. സ്നേഹ, സുജിത്, യു ആർ റൈറ്റ്. ആൻഡ് സ്നേഹ ആൻഡ് സുൽഫത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. സ്നേഹ കറക്റ്റ് ആണ്. സുൽഫത്ത് നേരത്തെ വന്നതാണ്. സുൽഫത്ത് നേരത്തെ വന്നിട്ടില്ലല്ലോ? സുൽഫത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇറ്റ്സ് കറക്റ്റ്. ഫൺ. FAWN. അൽഫിയ പറഞ്ഞിട്ടുണ്ട്, അപ്സര പറഞ്ഞിട്ടുണ്ട്, അഞ്ജന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ.
കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. അടുത്തത് ചോദ്യം ഇതാണ്. എ മാർക്ക്, MARK, മാർക്ക് മെയ്ഡ് ബൈ ഫിംഗർ. Fingerprint. Fingerprint. നസീജ ഓക്കെ, മസ്കിദ് ഓക്കെ, ഫാത്തിമ ഓക്കെ. നസീജ, മസ്കിദ്, സർ ഫസ്റ്റ് ഞാനാ പറഞ്ഞത്. രഞ്ജിത അല്ലേ, ഷിജിനല്ലേ? ഓക്കെ 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 ഓക്കെ. ഐ കം ടു ഓക്കെ ഹസീന, ഓക്കെ അപ്സര, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഐ കം ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. ചോദ്യം ഇതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അനദർ വേർഡ് ഫോർ end, end. Full. ഫൈനലി രഞ്ജിത്ത് ആൻഡ് അഞ്ജു എഴുതിയത് കറക്റ്റ് ആണ്. രഞ്ജിത ആൻഡ് അഞ്ജു എഴുതിയത് കറക്റ്റ് ആണ്. പിന്നെ ഫൈനലി എന്ന് പറഞ്ഞ ആൾക്ക് തരാം കേട്ടോ. ഫൈനലി പറഞ്ഞതാരാണ്? ഫൈനലി അല്ല, ഫിനിഷ്ഡ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹസീന അല്ലേ പറഞ്ഞത്? ഓക്കെ 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 യെസ്. അപ്പോ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ഇന്നും നിങ്ങളുടെ ഒരു ചോദ്യം പോലും പുറത്തു പോകാതെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. കഴിവുള്ള ഒരു കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് രഞ്ജിതക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അഞ്ജുവിനും 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സ്നേഹക്കും 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അപ്സരക്കും 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ദിവ്യക്കും 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഹസീനക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സുൽഫത്തിന് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അഞ്ജനക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അൽഫിയക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഫാത്തിമക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, നസീജക്കും 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, മസ്കിലത്തിന് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഷിജിനക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ 1 പോയിന്റ് ചിലപ്പോൾ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടാവും, അതായത് ക്ഷമിച്ചേക്കാം. സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാതെ പോയതായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങളുടെ പെർഫോമൻസ് വളരെ രസകരവും കൃത്യവുമായിട്ട് നിങ്ങൾ അത് ചെയ്തു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്ററിന്റെ കേസ്, ഒരു ഫ്രണ്ട്ലി ലെറ്റർ, അത് നിങ്ങൾ വരുമ്പോൾ തന്നെ ഓർമ്മിപ്പിച്ചേക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പറയുമ്പോൾ പറയാനായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾക്ക് അതൊക്കെ പിന്നീട് ഗുണം ചെയ്യും. എഴുതുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്തത് നീരായിട്ട് ചിന്തിച്ച് നിങ്ങൾ പ്രദേശം മതി. സോ your performance was very good. So we will meet next time. Okay, bye. Thank you, sir. Okay. Thank you, sir. Okay. Okay, Abhijit.